ഹലോ ഹായ് നമസ്കാരം. അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് എന്ന് വെച്ചാൽ റിലീസായ ദിവസം മുതൽ ഈ ദിവസം വരെയും നമ്മുടെ പല വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകളായി സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഒബ്സഷൻ ഇംഗ്ലീഷ് സിനിമയാണ്. തിയേറ്ററിൽ പോയി കണ്ടു. ഏരീസ് പ്ലക്സിൽ OD1 രാത്രി 11:50 ഷോയാണ് കണ്ടത്. ഹൊറർ സിനിമ പൊതുവേ എല്ലാവരും പറയുക രാത്രി പോയി കാണണം, അത് കഴിഞ്ഞ് വരുമ്പോഴാ ഒരു പേടിയും കാര്യങ്ങളും. ഞാനിപ്പോൾ ഒരു ഹൊറർ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നു. ഇപ്പോൾ വെളുപ്പിന് 2:30 മണിക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനിരിക്കുന്നത്. പുറത്ത് നല്ല മഴയുണ്ട്, നല്ല മഴ എന്ന് വെച്ചാൽ കിടുക്കാച്ചി മഴയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആംബിയൻസിൽ ഈ പടം കണ്ടു കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് നിങ്ങളുടെ ടിപ്പിക്കൽ ഹൊറർ പടമല്ല. എന്ന് വെച്ചാൽ ഒരു ഭൂതമോ പ്രേതമോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ ഉണ്ടാകുന്നു, അതിൻ്റെ പുറകെയുള്ള ഓട്ടം, അത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, അത് മനുഷ്യന്മാരെ ചേസ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നു, അതിനുശേഷം അതിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് കുരിശുമായിട്ട് കുറച്ച് ആളുകൾ വരുന്നു. ഹോളിവുഡിൽ പൊതുവെ അങ്ങനെയാണല്ലോ. മലയാളത്തിലാണെങ്കിൽ ഉച്ചാടനം ആവാഹനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ വരും. എന്തായാലും അങ്ങനെയുള്ള പരിപാടികളുമായി പോകുന്ന ഒരു സ്ഥിരം ഹൊറർ പരിപാടി അല്ല ഇത്. നേരെ മറിച്ച് എന്ന് വെച്ചാൽ അത്തരം സിനിമകളിലുണ്ടാകുന്ന കുറച്ച് ജംസ്കെയർ സാധനങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴും ഇത് നമ്മുടെ ഉള്ളിലൊരു ഫിയർ ജനിപ്പിക്കുന്നത് വേറൊരു തലത്തിലാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ അതിൻ്റെ ഹൊറർ എലമെൻറ്റ്സ് ശരിക്കും ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അത് ആക്ച്വലി ഒരു ഹൊറർ സിനിമയാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അത് മുഴുവൻ തകർത്തില്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളതെന്ന് പറയുന്നൊരു ഭീതിജനകമായിട്ടുള്ള കാര്യമാണ് ആ സിനിമ പറയുന്നത്. അതിൽ ഹ്യൂമറും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി എ ഹൊറർ മൂവി. ആ സിനിമയ്ക്കുള്ളിലെ സിനിമ നിങ്ങൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതാണ്ട് അതുപോലെ തന്നെ ഇവിടെ പുറത്തുനിന്നൊരു ഭൂതത്തിനെയോ പ്രേതത്തിനെയോ കൊണ്ടുവരേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ ആപ്റ്റാവാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസ് ഉള്ള ആൾക്കാർ കടന്നു വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് അറിയാത്തൊരു സാഹചര്യം കൂടിയാണെങ്കിൽ എത്രത്തോളം ഭീകരമായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിൻ്റെ ഒരു ആവിഷ്കാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഒരു ട്രിഗർ വാർണിംഗ് ആണ് ഞാൻ വെക്കുന്നത്. കാരണം വളരെ മോശമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ച് സമയമെടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള പല മൊമെൻറ്റ്സിലേക്ക് നിങ്ങളുടെ ഓർമ്മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സിനിമയ്ക്ക് പറ്റിയേക്കും. പേഴ്സണലി ഐ ഗോട്ട് ട്രിഗേർഡ് ചില സ്ഥലങ്ങളിലൊക്കെ. കാരണം നമ്മൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കുക മറ്റേ സംശയമുള്ള ഒരാൾ എന്ന് പറയുന്നതിനെ മാത്രമാണ് ചിലർ ടോക്സിക് ആയിട്ട് വെക്കുക. ചിലർ മദ്യപിച്ച് ബഹളം വെക്കുന്നത്, അല്ലെങ്കിൽ ദുശീലങ്ങൾ കാരണം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺ എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാടുണ്ട്. ഇത് വലിയ സ്പെക്ട്രം എന്നൊക്കെ പറയാവുന്നതുപോലെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കടന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഒക്കെ നമ്മളെ പേടിപ്പിക്കുന്ന ആ രാത്രികൾ, ആ സമയം എത്ര ഭീകരമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ കെൽപ്പുള്ളൊരു പടമാണത്. അപ്പം അങ്ങനത്തെ ആളുകൾ അങ്ങനെ ട്രിഗർ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കുക. ബാക്കി ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കോൺസെപ്റ്റാണ്. സിനിമയുടെ കഥ എന്ന് പറയുന്നത് ട്രെയിലർ കാണിച്ചിരിക്കുന്ന പോലെയാണ്. 4 കൂട്ടുകാർ, അതിലൊരു പയ്യൻ, അവൻ കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അവന് ആ കൂട്ടത്തിൽ അത്യാവശ്യം ആക്റ്റീവായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നുന്നു, പ്രണയം തോന്നുന്നു. പക്ഷേ തുറന്നു പറയാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ കയ്യിലൊരു 1 വിഷ് വില്ലോ എന്ന് പറയുന്നൊരു സാധനം കിട്ടുന്നു. അപ്പോൾ അത് ഒടിച്ചിട്ട്, ഒരു സ്റ്റിക്ക് പോലത്തെ സാധനമാണ്, അത് ഒടിച്ചിട്ട് നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അവനത് വാങ്ങിച്ചിട്ട്, അവനും അതിൽ വിശ്വാസമൊന്നുമില്ല, കാഷ്വലി അത് ഒടിച്ചിട്ട് ഇവൾക്ക് ഈ ലോകത്ത് മറ്റെന്തിനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം എന്നോടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. പക്ഷേ ആ സ്നേഹം ശരിയല്ല. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു പോയിൻ്റ് അതാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അത് പറയാം. എന്തായാലും അങ്ങനെ അവൾ ലോകത്തുള്ള മറ്റെന്തിനേക്കാൾ അവനെ സ്നേഹിക്കുകയാണ്. അവൻ്റെ അറ്റൻഷൻ കിട്ടണം, അവൻ ഇവളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം, ആ സ്നേഹം ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന ഒരു ഒബ്സഷനിലേക്കാണ് അവൾ ചെന്ന് ലാൻഡ് ആവുന്നത്. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പറയും അങ്ങനെയുള്ള സ്നേഹം, അങ്ങനെയൊന്നുമല്ല. സ്നേഹം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപകടകരമാണ്. അത് വളരെ ഭീകരമായി തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലെ ഹൊറർ ഇരിക്കുന്നത് പുറത്തുനിന്നൊരു പ്രേതം വന്നിട്ട് ബാ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നതല്ല. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ തന്നെ ലൈഫിലേക്ക് അങ്ങനെ ഒരാൾ കടന്നു വന്നാലോ, നമ്മുടെ ചില ആഗ്രഹങ്ങളോ തീരുമാനങ്ങളോ തെറ്റായി എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ നായകൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മളിൽ പലരും ആഗ്രഹിക്കാറുണ്ടാവും. കാരണം എനിക്ക് ഈ ലോകത്തുള്ള മുഴുവൻ സ്നേഹവും വേണമെന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെന്നേ. അതിന് എന്ത് രസമായിട്ടാണ് അവർ എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കഥ ഒന്നും സ്പോയിലറല്ല, ഇതൊക്കെ ട്രെയിലറിലുള്ളതാണ്. അങ്ങനെ ഒരു കഥയിലെ ആ ഭീകരാവസ്ഥകളെ പക്ഷെ കുറച്ചും കൂടി കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് ഭയങ്കര ചുരുക്കി. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സീനിൽ ഒരു സ്ത്രീയുടെ മുഖം അടിച്ച് ചളുക്കുന്ന സീനൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാണിച്ചു എന്ന് എനിക്ക് തോന്നി. അത് ചിലപ്പം നമ്മുടെ സെൻസർ ബോർഡ് കട്ട് ചെയ്തതായിരിക്കാം, അതുപോലെ വേറെയും ചില കട്ട്സ് വന്നിട്ടുണ്ടാവാം. പക്ഷെ കുറച്ചും കൂടി ആ ഒബ്സഷൻ്റെ ഭീകരത കുറേ കൂടി അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ
2 മണിക്കൂർ സിനിമയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കുന്ന ആക്ച്വൽ ഒരു ഫിയർ ഉണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ്, കാമുകന്മാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരുമിച്ച് ഈ സിനിമ ഒന്ന് പോയി കണ്ടു നോക്കൂ. ചില പാറ്റേൺസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ട് പേടിക്കാനോ നിങ്ങളുടെ പങ്കാളിയെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ചില പാറ്റേൺസ്, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ കാര്യം ഒരാൾ ചെയ്യാൻ പോകുമ്പോൾ മറ്റേയാൾ അതിനെ ഡീൽ ചെയ്യുന്നത്, അതിൽ ചില പ്രശ്നങ്ങൾ വരുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ ചിലപ്പോൾ ഈ സിനിമ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കും. ആ രീതിയിൽ കാണാനാണ്. ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള സീക്വൻസുകൾ നിങ്ങളെ എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലഡ് ഷെഡും ഒരാളുടെ തല തല്ലി പൊളിക്കുന്നതൊക്കെ നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കുമെങ്കിൽ, സ്നേഹത്തിൻ്റെ അതിപ്രസരം കാരണം നിങ്ങളെ നിൽക്കാനും തിരിയാനും വിടാത്തൊരു പാർട്ട്ണർ, അയാളെക്കുറിച്ച് ഓർക്കുന്നത് പോലും നിങ്ങളിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഫീലിങ്സ് കൊണ്ടുവരും എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ അവോയ്ഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൊറർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോകും. ഗംഭീരമായിട്ട് അവർ അണിയിച്ചൊരുക്കിയിട്ടുള്ളൊരു സിനിമയാണ്. ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായാലേ കാര്യമുള്ളൂ. അല്ലാതെ ഇതിൽ കുറച്ചും കൂടി പേടിക്കാനുണ്ടായിരുന്നു, ഞാൻ ഉദ്ദേശിച്ച പേടിപ്പിക്കുന്ന പടം വന്നില്ല എന്ന് തോന്നുമ്പോൾ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആ പേടിപ്പിക്കൽ പരിപാടി ആയിരുന്നില്ല എന്നൊന്ന് തിരിച്ചറിയുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഇനി സ്നേഹം കൂടിയാലുള്ള പ്രശ്നം, എനിക്ക് ഞാനായിരിക്കാനും എന്നെ സ്നേഹിക്കുന്ന ആൾക്ക് അയാളായി ഇരിക്കാനും, നമ്മുടെ ആ ഒരു പരസ്പരം സ്നേഹവും അടുപ്പവും ഒക്കെ ഉള്ളപ്പോഴും രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവുക, അവരുടേതായിട്ടുള്ളൊരു ബൗണ്ടറി ഉണ്ടാവുക, അതിനെ പരസ്പരം ഭേദിക്കാതെ തന്നെ സ്നേഹം കൈമാറ്റം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരവസ്ഥയിൽ പോകുന്നില്ലെങ്കിൽ ഒരാൾ മറ്റേയാൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, മറ്റേയാൾ പറയുന്നത് പോലെയാണ് ജീവിക്കുന്നത്, ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും എനിക്കിഷ്ടം നിന്നെയാണ് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മറ്റൊരാളെയല്ല, നമ്മളെയാണ്. ആദ്യം നമ്മൾ ഈ ലോകത്ത് ഏറ്റവും നന്നായി സ്നേഹിക്കേണ്ടത് നമ്മളെയാണ്. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള പല ആളുകളുണ്ട്, പല റിലേഷൻഷിപ്പുകളുണ്ട്, പല സിറ്റുവേഷൻസിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അളവുകൾ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതിൽ നമ്മുടെ ജീവിതാവസാനം വരെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പങ്കാളിക്ക് കൊടുക്കുന്ന പ്രണയമുണ്ടല്ലോ, അത് മാത്രമാണ് ഈ ലോകത്ത് വലുതെന്ന് പറയുന്ന, അല്ലെങ്കിൽ വാരിക്കോരി അങ്ങനെ കൊടുക്കുന്ന ആ സ്നേഹം അവർക്ക് ശ്വാസം മുട്ടലുണ്ടാക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ സ്നേഹം ഈസ് നോട്ട് ഗുഡ്. ഇതിൽ അങ്ങനത്തെ കുറച്ച് സീക്വൻസുകളൊക്കെ ഉണ്ട്. ഒരു ബോയ്സ് പാർട്ടി വരുന്ന സമയത്ത് എടോ ഞാനൊന്ന് പോയിട്ട് വരട്ടെ, ആൺപിള്ളേർ മാത്രമുള്ളൊരു പരിപാടിയാണെന്ന് പറയുമ്പോൾ ഞാനും വരാം, ഞാൻ വന്നിട്ടില്ലെങ്കിൽ പോകണ്ട എന്ന് പറയുന്ന, എനിക്ക് നിന്നെ മിസ് ചെയ്യും അതുകൊണ്ട് നീ എങ്ങും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരാളെ ചെയിനിലാക്കുന്ന, അത് സ്നേഹമല്ല, ദാറ്റ്സ് ഒബ്സെഷൻ. ആ ഒബ്സെഷൻ എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. സോ നിങ്ങളുടെ പ്രണയത്തിനെ കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആകുമ്പോൾ നിങ്ങളെടുക്കുന്ന പാറ്റേണും നിങ്ങളുടെ പാർട്ട്ണർ എടുക്കുന്ന പാറ്റേണും അതിൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാവുന്ന, പക്ഷേ ഈ സിനിമ കണ്ടിട്ടൊന്നും അല്ല കേട്ടോ വിലയിരുത്തേണ്ടത്. അതിനൊരു ട്രെയിൻഡ് പ്രൊഫഷണൽ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ ഭീകരവശങ്ങളെ കാണിക്കുന്നു എന്നുള്ളത്, അതിനെ കുറച്ച് വൃത്തിയായിട്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം. പക്ഷേ സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്, അവർക്കിതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.